ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ട് കേട്ടോ. 6:51 ആയിട്ടുണ്ട് സമയം. ഇതുവരെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോർന്നു. അപ്പോൾ ഏതായാലും ഇനി ഊബർ ഓണാക്കട്ടെ. നമ്മളെ വണ്ടിൻ്റെ കോൾഡ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗോ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഊബർ ഓൺലൈനിലാക്കിയിട്ടുണ്ട്. നമ്മളെ CNG 2 കട്ട കുറവുണ്ട് കേട്ടോ. ഇന്നലെ പത്തരിപ്പാലത്തിൽ നിന്ന് അടിച്ചതാണ്. പെട്രോൾ 2 കട്ട ഉണ്ട്. B0 ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഏതായാലും യാത്ര തുടങ്ങട്ടെ. നമ്മളെ വണ്ടി ഈ ഭാഗത്തേക്ക് തിരിച്ചിട്ടുകൊണ്ട് നമ്മൾ നേരെ കൊല്ലംകുടിമുകളാട്ടോ പോകുന്നത്. മുണ്ടമ്പാലം പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ചെറിയ റോഡ് പോയിട്ടാണ് പോകുന്നത്. രാവിലെ തന്നെ ആരെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നോക്കി നോക്കാം കേട്ടോ. ഹോൺ അടിച്ചാണ്ട് ഇങ്ങനെ കയറിയൊക്കെ ചെറിയ വയ്യാട്ടോ. ഇതിപ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ പുല്ലുകൾ മുളച്ചുകൊണ്ടേ ഒന്നുകൂടി വീതി കുറഞ്ഞ മാതിരി തോന്നുന്നുണ്ട്. പക്ഷേങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ വണ്ടിക്ക് പോകാനുള്ളൊരു വീതി ഉണ്ട്. ഡിസൈറൊക്കെ പോവും. ഈ പുല്ല് മുളച്ചുകൊണ്ട് കറക്റ്റ് അറിയില്ല. ഇനി കുഴപ്പമില്ല. ഇനി നമുക്ക് ആ തല വരെ കാണാൻ പറ്റും. ജസ്റ്റ് ഈ പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ വീതി കൂടും. കാരണം ഈ റൈറ്റ് സൈഡിൽ ഒരു വില്ലുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ റോഡ് വീതി കൂടി. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ മതിൽ നമ്മളെ ചിറ്റിലപ്പള്ളി സ്ക്വയറിൻ്റെ മതിലാട്ടോ. അപ്പോൾ ഇനി ഏതായാലും പോയിട്ട് കൊല്ലംകുടിമുകൾ പോയിട്ട് ഒരു ചായ അടിക്കട്ടെ. അവിടെ ഒരു ചായക്കട ഉണ്ടോ നോക്കണം. ചായ എന്തായാലും കുടിക്കണം. ഇപ്പോൾ കുടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുടിക്കാൻ സമയം കിട്ടില്ല. ഞാൻ ഇവിടുന്ന് റൈറ്റിക്കാട്ടോ കയറി പോകല് അത്താണി ഭാഗത്തേക്ക്. ഇനി നമുക്ക് ജസ്റ്റ് ലെഫ്റ്റ് പോവാം. ലെഫ്റ്റ് നമ്മളെ മുണ്ടമ്പാലത്തേക്കാണ് റോഡ്. ഞാൻ മുണ്ടമ്പാലം വരെ പോകണില്ല. ഇവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണണേ. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ ബാക്കിൽ നിന്നാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. ഒരു സോബിയ നമ്മൾ രാജഗിരി സ്കൂളിലേക്കാട്ടോ. കളമശ്ശേരി എന്ന് തോന്നുന്നുണ്ട്. രാജഗിരി കോളേജാണോ സ്കൂളാണോ എന്ന് കറക്റ്റ് കാണാൻ പറ്റിയില്ല. കോളേജാണെങ്കിൽ നമ്മൾ ചിറ്റേത്തേവരായിരിക്കും. അപ്പോൾ ഇവിടെ കണ്ടുപോടെയാണ് അത്താണി. അപ്പോൾ നമുക്ക് ബാക്കൊക്കെ വണ്ടി ഓടിച്ചിട്ട് പോകണം. കോളേജിലേക്കാണെങ്കിലേ ആംബുലൻസ് പോയിട്ട് ചായ അടിക്കാം. ഞാൻ രാജഗിരിയിൽ നിന്ന് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഇതിന് ആ ട്രിപ്പ് കൺഫേം ട്രിപ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം കഴിയാനായി. വേഗം എടുത്ത് ഞാൻ എന്തായാലും 157 രൂപയുടെ എന്തോ ട്രിപ്പ്. 5.something കിലോമീറ്റർ ഉള്ളൂ. അതിപ്പോൾ രണ്ടിടത്തേക്ക് ഒരേ ദൂരമാണ് ഈ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് ഏതാണെന്ന് കറക്റ്റ് അറിയാൻ കഴിയൂല. ഏതായാലും ഇപ്പം ഇനി ട്രിപ്പ് പിക്ക് ചെയ്താൽ അറിയാമല്ലോ. ഇതിവിടെ ഉള്ളൊരു അത്താണിക്കൊക്കെ ആ കയറ്റം കയറുന്നതിന് മുമ്പ് ലെഫ്റ്റിക്ക് തിരിഞ്ഞിട്ട് കുറേ ഫ്ലാറ്റും കുറേ വില്ലകളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. അതിന് നമുക്ക് 131 രൂപ കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്ത് ഞാൻ ഈ ആംബിയൻസിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കുറച്ച് പോകുന്നപ്പോൾ ഇതിനെ അടുത്ത ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്. അതൊരു മാച്ച് ട്രിപ്പ് വന്നു. കച്ചേരിപ്പടിക്കൊക്കെ കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണേക്കര എടപ്പള്ളിക്കാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. 210 രൂപ. അപ്പോൾ അത് ലില്ലി കേട്ടോ. ലില്ലിനെ പോയി പിക്ക് ചെയ്യട്ടെ. കുറുക്കത്തറയിൽ പ്ലാസ എന്നാട്ടോ പിക്കപ്പ് ഉള്ളത് ലില്ലിനെ. അപ്പോൾ ലില്ലിൻ്റെ അടുത്ത് ഇവിടെ എത്താനായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ലില്ലിൻ്റെ ട്രിപ്പും കംപ്ലീറ്റ് ആയിട്ടോ. നമ്മളെ എളമക്കരയിലുള്ള ചാമ്പ്യൻ സ്കൂളിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അത് ടീച്ചറായിരുന്നു. അപ്പോൾ അത് ക്ലോസ് ചെയ്യണതിൻ്റെ കുറച്ച് മുമ്പ് ഇത് അടുത്തൊരു ട്രിപ്പും പോലെ അടിച്ചിട്ടുണ്ട്. ഒരു 5ൻ്റെ. ഇത് എടപ്പള്ളിയിൽ നിന്ന് തന്നെ കേട്ടോ പിക്കപ്പുള്ള. 700 മീറ്റർ എന്താണ് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എത്ര ഉണ്ടെന്ന് നോക്കി നോക്കട്ടെ. 700 മീറ്റർ തന്നെ ഉള്ളൂ. 4 മിനിറ്റ്. അപ്പോൾ ഏതായാലും 5നെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. ഞാനിപ്പോൾ ഇവിടെ നമ്മളെ വൈപ്പിൻ ഞാറക്കല്ലാട്ടുള്ളത്. ഇവിടേക്കായിരുന്നു ലാസ്റ്റ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. റാപ്പിഡോയിലായിരുന്നു കേട്ടോ. 290 രൂപയുടെ. മറ്റേ 5ൻ്റെ ട്രിപ്പിന് ശേഷം നമുക്ക് വേറെ 2 ലോക്കലും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റത്തെ 2 ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ്. ഒന്ന് ചെറിയ ട്രിപ്പായിരുന്നു. അത് കസ്റ്റമർ വേറെ എവിടേക്കാണ് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ അതൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമ്മളെ കച്ചേരിപ്പടിക്കൊക്കെ കേട്ടോ. 258 രൂപയുടെ മാച്ച് ട്രിപ്പാണ് കിട്ടുമെന്ന് നോക്കട്ടെ. പിന്നെ അതിനുശേഷം വേറെ ട്രിപ്പും പാടെ അടിച്ചു 400 സംതിങ്ങിന്. അത് കിലോമീറ്ററിന് കുറച്ച് കുറവായിരുന്നു. നമുക്ക് 12 കിലോമീറ്ററിന് 258 രൂപ കേട്ടോ കച്ചേരിപ്പടിക്കൊക്കെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. സിയോണ കേട്ടോ കസ്റ്റമറുടെ പേര്. ഇത് പിക്കപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ് കണ്ടത്. കസ്റ്റമർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ വേഗം ചെല്ലട്ടെ, അതിൽ ട്രിപ്പ് ഇപ്പോൾ ക്യാൻസലാവും. അപ്പോൾ അങ്ങനെ മറ്റേ ട്രിപ്പ് ഡ്രോപ്പിന് കിലോമീറ്ററിന് വലിയ റേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ്. അങ്ങനെ അത് ക്യാൻസൽ ചെയ്യുമ്പോഴാണ് ഈ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചത് 290 രൂപയുടെ. അപ്പോൾ വേഗം ചാടി എടുത്ത് ഊബർ ഓഫ് ചെയ്ത്. ഇത് എനിക്ക് തോന്നുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കും ഡ്രോപ്പ് ഉണ്ടാവുക. അതായിരിക്കും പെട്ടെന്ന് കസ്റ്റമർ വേഗം മെസ്സേജ് അയച്ച്. എനിക്ക് തോന്നുന്നത് ട്രെയിന് ലേറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. എന്തായാലും വേഗം ചെല്ലട്ടെ, ആളെ പോയി പിക്ക് ചെയ്യട്ടെ. സർജൻ്റ് കേട്ടോ. ഈ ട്രിപ്പിൽ നമുക്ക് സർജിൻ്റെ റേറ്റും പാടെ കൂടിയിട്ടുണ്ട്. സർജിൻ്റെ ഒരു ചിഹ്നം ഈ ട്രിപ്പ് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. 73:37 കച്ചേരിപ്പടിയില്ലേ? ആ. അപ്പോൾ ഇവിടെ പുല്ലേപ്പടിയിലാട്ടുള്ളത്. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ഞാൻ ഊബർ ഓഫ് ചെയ്ത്. 10:33 ആയിട്ടോ. മറ്റേ നമ്മളെ കച്ചേരിപ്പടിൻ്റെ ട്രിപ്പിനെ ശേഷം അതവിടെ കോളേജിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്ത് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് പോകുന്നപ്പോഴത്തേന് ചെറിയൊരു 120 രൂപയുടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഊബറിൻ്റെ ഓഫീസിലേക്ക് കേട്ടോ. 116 രൂപയുടെ ട്രിപ്പ്. അത് നമ്മളെ ഊബറിൻ്റെ ഓഫീസിലേക്കായിരുന്നു. പുതിയതായിട്ട് വരുന്ന ആരോ ആണ് ഊബറിലേക്ക് പണിയെടുക്കാൻ വരാനായിട്ട്. അപ്പോൾ ആളത്ത് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഈ വണ്ടി പുതിയതൊക്കെ എടുത്ത്
ഈ സമയത്ത് വരുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പോൾ കുറച്ച് ഓട്ടത്തിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. പിന്നെ ഓട്ടമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അടുത്ത് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അടവടക്കൽ പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. വേറെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വണ്ടി എടുത്തതാണ്. അതുകൊണ്ട് അയാൾക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഇനി 10:55 ഊബർ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ റാപ്പിഡോയിൽ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റീചാർജ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ റാപ്പിഡോസ് റീചാർജും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രിപ്പ് അടിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇവിടെ പാർക്കിങ്ങിലാണ് ഇട്ടിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് ഇവിടെ നിന്നിട്ട് ട്രിപ്പ് അടിക്കണ്ടോ ഇല്ലേ നോക്കിയിട്ട് ഇവിടുന്ന് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു അമിത്. അപ്പോൾ പിക്കപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ്. 3 കിലോമീറ്റർ ഡ്രോപ്പ് ഉള്ളൂ, ചെറിയ ട്രിപ്പാണ്. 130 മീറ്റർ ഉള്ളൂ കേട്ടോ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് പള്ളിമുക്കല്ലേ. ഇപ്പം നമ്മൾ കൊടുക്കുന്ന കസ്റ്റമറേ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളെ പൂക്കാട്ടുപടിയിൽ നിന്നല്ല, നമ്മളെ കറുകപ്പള്ളിയിൽ നിന്ന് ഇവിടെ പള്ളിമുക്കിലേക്കാട്ടോ പോകാനുള്ളത്. ചെറിയ ട്രിപ്പായിരുന്നു. അവിടെ റൂം വെക്കറ്റ് ചെയ്തിട്ട് ഇവിടെ പുതിയ റൂമൊക്കെ വരികയാണ്. അവിടെ നിന്ന് എന്തൊക്കെ തൂഫാൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മൊത്തം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞു, പഴയ റൂമിൽ വെക്കറ്റ് ചെയ്ത റൂമിൽ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ നല്ല കമ്പനി ആയിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്താൻ നേരത്തെ എന്നോട് പറഞ്ഞ് വൈകിട്ടൊക്കെ പുറത്തിറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് വന്നോളൂണ്ടി, റൂമിൽ 2 ഉണ്ടാവും, 2 അടിക്കാം, ഇവിടെ എപ്പോഴും കുപ്പി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്. ഞാൻ എല്ലാവരും നമുക്ക് ഹറാമാണ് പറഞ്ഞ് അങ്ങനെ ബൈ ഒക്കെ പറഞ്ഞ് ആളെ ഡ്രോപ്പ് ചെയ്ത അവിടെ. ഇപ്പോൾ ഇവിടെ നമ്മളെ മറൈൻ ഡ്രൈവിൻ്റെ അടുത്തായിട്ടുള്ളത്. ഇതിന് മുമ്പ് പിന്നെ 3-4 ആൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ആദ്യം പണ്ട് എടപ്പള്ളിക്ക് ഒരു ബാർക്ക് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ കയറിയപ്പോൾ തന്നെ ഫോർട്ട് കൊച്ചിയിൽ നിന്നൊരു ബാറിന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ കുറേ മുഖ്യമന്ത്രിനെയൊക്കെ അന്നിങ്ങനെ കുറ്റം പറയുന്നത്. അന്ന് പിണറായി വിജയനെ സാറായിരുന്നു. അപ്പോൾ ആളെ കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആൾക്ക് ഞാൻ അവിടെ ബാറിൽ നിർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നമ്മളെ ഇഫ്താറിൽ പോയി നല്ല പത്തിരിയും ബീഫൊക്കെ കഴിച്ച്. അതേപോലെ പെരുമ്പാവൂർ പോയപ്പോൾ ഒരാൾ എന്നോട് ഞാൻ ചോദിച്ചിരുന്നു ബാർക്ക്. എല്ലാവരും ഞാൻ അവിടെ ഇവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ, ഞാൻ പോയിട്ടില്ല. അങ്ങനെ ചിലവരൊക്കെ ഇങ്ങനെ വിളിക്കും അടിക്കാൻ മുട്ടി നിന്നിട്ടേ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാനിവിടെ വണ്ടി സൈഡാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിൽ ഒരു ചായക്കട ഉണ്ട്, ചെറിയൊരു പെട്ടിപ്പീട ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ചായ അടിക്കട്ടെ. ഇവിടെ നോ പാർക്കിംഗ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ബൈക്കുമ്പോൾ ഇങ്ങനെ പോലീസുകാർ വന്ന് ഫോട്ടോ എടുക്കും. ഇനിയിപ്പോൾ ചായ അടിക്കാനാണെന്ന് പറഞ്ഞു നോക്കാം. അതിൻ്റെ അടുത്ത് തന്നെയാണ് കട. ഇവിടെ നമുക്ക് വൈപ്പിൻ്റെ അടുക്ക് 8 കിലോമീറ്ററിന് ഒരു AXന്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടോ. കമ്പനി പിടിക്കുക അല്ലേ. സമയം ഒരു 2:09 ആയപ്പോഴേ നമ്മൾ ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വൈപ്പിനിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ റൗണ്ടിൽ അൽസാജ് ഹോട്ടലിലാട്ടോ ഞാൻ നിർത്തിയിട്ടുള്ളത്. നല്ലോണം വിശക്കണുണ്ട്. 2:10 ആയിക്കോണ സമയം. 2:38 ആയപ്പോഴേ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. ഈ ഊബർ ഓണാക്കി നോക്കട്ടെ. ഊബറിൽ ഇപ്പോൾ 1153 രൂപ കേട്ടോ ഓടിയത്. സമയം 2:38 ഞാൻ ഊണയിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ മീൻ മാർക്കറ്റ് ആണല്ലോ. അപ്പോൾ നല്ല മീനും കൂട്ടി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് പോയത്. പക്ഷെ അവിടെ ചോറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഹാഫ് ബിരിയാണിയാണ് കഴിച്ചത്. വണ്ടിയിൽ CNG ഇല്ല, 3 കട്ടിമ്പാടേ ഉള്ളൂ. ഇവിടുന്ന് ഇപ്പോൾ വൈപ്പിനിലാട്ടുള്ളത്. ഇവിടുന്ന് ഒരു 3 പാലം ഇറങ്ങിയാൽ CNG പമ്പ് ഉണ്ട് ഹൈക്കോട്ടത്തെ. പള്ളുരുത്തിക്ക് ഇതാ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ CNG അടിക്കാൻ വേണ്ടിയിട്ടേ ജസ്റ്റ് ഇവിടെ വന്ന് നിർത്തിയിട്ടുള്ളൂ. ബാക്കിൽ വണ്ടി വന്നിട്ടില്ല. ബാഗ് റിവേഴ്സ് എടുക്കട്ടെ, കാരണം ഇതിൻ്റെ ഇടയ്ക്കിട്ട് പോകാൻ പറ്റില്ല. 2 സൈഡിൽ ചെങ്ങലുണ്ട്. അപ്പോൾ ഞാൻ ട്രിപ്പ് അടിച്ചാൽ പോകണമെന്നില്ല മൈൻഡിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഒരു 2-3 ട്രിപ്പും കൂടി ഓടാനുള്ള CNG ഇതിലുണ്ട്. 3 ഘട്ടം ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും ഇനിയിപ്പോൾ ഫ്രീ ആണല്ലോ, അപ്പോൾ ട്രിപ്പൊന്നും അടിക്കണില്ല ഈ സമയത്ത്. അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ജസ്റ്റ് എനിക്ക് കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇതിനാണ് ട്രിപ്പ് അടിച്ച്. ഇപ്പോൾ ഏതായാലും ഷൈല എന്നാട്ടോ നമ്മളെ കസ്റ്റമറുടെ പേര്. പള്ളുരുത്തിക്കാണ്, തോപ്പുംപടീൻ്റെ അടുക്ക്. അപ്പോൾ ഏതായാലും പോയിട്ട് അത് ഡ്രോപ്പ് ചെയ്യട്ടെ. അവിടുന്ന് വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പിക്ക് ചെയ്യാണ്ട്. നാളെ മറ്റന്നാൾ നാട്ടിൽ പോകും. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാനുള്ളതാ. ഈ തോപ്പുംപടിക്കും ഫോട്ടോച്ചിക്കൊക്കെ ഞാൻ എപ്പോഴേലൊക്കെ വരലുള്ളൂ. എപ്പോഴേലൊക്കെ നമ്മൾ വർക്കിന് തന്നെ ഇറങ്ങലുള്ളൂ. അപ്പോൾ പിന്നെ ആ ഭാഗത്തേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകലുള്ളൂ. അപ്പോൾ ഏതായാലും ഇപ്പോൾ പോവല്ലേ, ഡിക്കിയിൽ കൊള്ളുന്ന കുറച്ച് സാധനങ്ങളുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ തന്നെ വണ്ടി കയറ്റി വെച്ചാൽ നാളെ മറ്റന്നാൾ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ. അതാ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണോ ഷാഹിർ? നിങ്ങള് സൈലാന്നല്ലേ? ഞാനേ അപ്പുറത്തെ ലൊക്കേഷൻ കാണുന്നത്. അങ്ങനെ ഇതേ കൂടി ഇങ്ങനെ പോയി അവിടെ യൂട്ടൺ അടിച്ച് തരാം. ഇത് പിന്നെത്ര നോക്കട്ടെ. അതന്നെ പള്ളുരുത്തി അല്ലേ? പള്ളുരുത്തി. അങ്ങനെ നമ്മളെ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അതിന് നമുക്ക് 209 രൂപയായിട്ട് കിട്ടിയത്. ടോട്ടൽ ഇവിടെ 11.11 കിലോമീറ്റർ 28 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഏട്ടൻ്റെ വീട്ടിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കണം. ഇവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തപ്പോൾ തന്നെ റാപ്പിഡോ ഒരു നല്ലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടോ വടുതലേക്ക്. അത് എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളൂ.
ഞാൻ വേഗം പോയിട്ട് ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഡിക്കിയിലാക്കട്ടെ. ഞാൻ അവിടുന്ന് പോന്നു കേട്ടോ. ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ തേവരയിൽ എത്തിയിട്ടുണ്ട്. ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 4:15 ഇപ്പോൾ റോട്ടിലേക്ക് അത്യാവശ്യം തിരക്കുകൾ വരൽ തുടങ്ങി. സ്കൂളൊക്കെ വിടൽ തുടങ്ങിയല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും ഒരു 7-8 മണി വരെയൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഇങ്ങനെ റൂമിൻ്റെ അടുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്പ് അടിച്ചെടുത്തോളും, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റൂമിലേക്ക് കയറും. ഇനിയിപ്പോൾ ബ്ലോക്കിൽ ഓടിയ കാര്യമല്ല. ബ്ലോക്കിൽ ഒരു 200 റുപ്യേൻ്റെ ട്രിപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ സമയം എടുക്കും. വെറുതെ CNG കഴിയാന്നല്ലാണ്ട് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഓടുന്നതിന് കാര്യം ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ട്രിപ്പുകൾ നോക്കിയിട്ട് എടുക്കണം ബ്ലോക്കില്ലാത്ത ഏരിയകളിലേക്ക്. അതിപ്പോൾ അങ്ങനെ കിട്ടണമെന്നില്ല. ഇനിയിപ്പോൾ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ റിട്ടേണോ അതേപോലെ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ പിന്നെ പോയത് വെറുതെ വീണ്ടും റിട്ടേൺ അടിച്ച് വരുമ്പോൾ. അപ്പോൾ അതിലാറെ നല്ല ഇപ്പോൾ ഓടാക്കണതാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പോൾ ഇങ്ങനെ റൂമിൻ്റെ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ട്രിപ്പ് അടിക്കാൻ നോക്കി നോക്കട്ടെ. വൈറ്റിലെ പമ്പിലാണ് ട്രിപ്പ് ഉള്ളത്. ഇതുവരെ ഇപ്പോൾ ഒറ്റ ട്രിപ്പ് പോലും അടിച്ചില്ല. ഒരു ട്രിപ്പ് അടിച്ചു ഫോർട്ട് കൊച്ചിക്ക്. അത് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ്. ഇനിയിപ്പോൾ ഏതായാലും CNG അടിക്കട്ടെ. 692 രൂപ കേട്ടായത്. ഫുൾ ടാങ്ക് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ CNGയിൽ 143 കിലോമീറ്റർ കേട്ടോ നമ്മൾ ഓടിയത്. 2 അട്ടിമ്പാടെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് 0 ആക്കിയിട്ടുണ്ട്. അങ്ങനെ കേസ് നമ്മളിപ്പോൾ ഇവിടെ ബോംബെ കഫേൻ്റെ അവിടെ എത്തിയിട്ടോ. ഞാനിപ്പോൾ ഊബർ ഓഫ് ചെയ്തിട്ടോ. സമയം 5:24 ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ടോട്ടൽ ഓടിയത് 1495 രൂപ കേട്ടോ. 9 ട്രിപ്പാണ് ഊബറിൽ നമ്മൾ ടോട്ടൽ ഓടിയത്. ഞാൻ അവിടുന്ന് അങ്ങനെ കാലടിച്ച് പോകുന്നു. എടപ്പള്ളി സിഗ്നലിൽ എത്തിയപ്പോൾ നമുക്ക് ലുലു മാളിൽ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായി നമ്മളെ കുസാറ്റിൻ്റെ ഭാഗത്തേക്ക്. അപ്പോൾ അതാണ് ഇപ്പോൾ ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്തത്. 134 രൂപയാണ് കേട്ടോ ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും ഇന്ന് ഓടുന്നില്ല കേട്ടോ. ഞാനിത് നിർത്തിയിട്ടുണ്ട്. നമ്മൾ റിൻഷത് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോകാനുള്ള പരിപാടിയാണ്. CNG അടിച്ചിട്ട് ഇപ്പോൾ 13 കിലോമീറ്റർ പോയിട്ടോ. 2 വട്ടം CNGയും പോയി. ബിയിലും നമ്മൾ 144 കിലോമീറ്റർ ഓടി ടോട്ടല്. അപ്പോൾ ഓക്കെ, ഇനി എന്തായാലും നാളെ കാണാം.